എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പം അലീന ഒരു ഓർഫനാണ് എന്നറിയുമ്പം ഒരുപാട് റെസ്പെക്റ്റും ഇഷ്ടമൊക്കെ തോന്നുവാണ് അച്ഛൻ. അതുകൊണ്ട് തന്നെ അച്ഛൻ ഒരു കുഞ്ഞ് ബൈബിൾ എടുത്ത് കൊടുക്കുവാണ് കയ്യിലോട്ട്. എന്നിട്ട് ഇത് എൻ്റെ ഒരു സമ്മാനമാണ് നിനക്ക് എന്ന് പറയും. അലീനയ്ക്ക് ഒരുപാട് സന്തോഷമാവും. അലീന അത് എടുത്തിങ്ങനെ കണ്ണിൽ വെച്ചിങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് താങ്ക് യു ഫാദർ എന്ന് പറയുന്നു. പിന്നെ അലീനയുടെ തലയിൽ തൊട്ട് അനുഗ്രഹിക്കുന്നുണ്ട് ഫാദർ. അപ്പോൾ അലീനയെ അനുഗ്രഹിച്ച് കഴിയുമ്പോഴേക്കും അലീന അടുത്ത് ഇങ്ങനെ നോക്കി നിൽക്കുവാണല്ലോ രോഹിത്. അന്നേരം ഇവനെ കൂടി ഒന്ന് അനുഗ്രഹിക്കണേ ഫാദർ എന്ന് പറയും. അങ്ങനെ നന്നായി വരട്ടെ എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ രോഹിത്തിനെയും തലയെ തൊട്ട് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് അവർ ഭയങ്കര സന്തോഷത്തോടെ അവിടുന്ന് അച്ഛനോട് യാത്ര പറഞ്ഞു പോരുവാണ്. ഈ സമയം നമ്മുടെ വൈജയന്തി വീട് വിട്ട് ഇറങ്ങാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു. ബാഗിലേക്ക് ഡ്രസ്സെല്ലാം അടുക്കി വെച്ചുകൊണ്ടിരിക്കുവാണ്. അന്നേരമാണ് ടാക്സിക്കാരൻ വീടറിയത്തില്ല. അന്നേരം ജംഗ്ഷനിൽ വരെ വന്നിട്ടുണ്ട്. ഇനി എങ്ങോട്ടാണ് വരേണ്ടത് എന്ന് വൈജയന്തിയോട് വിളിച്ചു ചോദിക്കും. വൈജയന്തി വീട് പറഞ്ഞു കൊടുക്കും. അതിനുശേഷം വീണ്ടും അടുക്കിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുവാണ്. അന്നേരമാണ് വൈജയന്തിയും ബാലേന്ദ്രനോട് ഒരുമിച്ച് നിൽക്കുന്ന ഒരു പഴയ ഫോട്ടോ അവിടെ ഇരിക്കുന്നത് കാണുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് നേരം ഇങ്ങനെ നോക്കും. എടുക്കണോ വേണ്ടയോ എന്നാണെന്ന് തോന്നുന്നു. അത് വേണ്ട എന്നുള്ളൊരു മനോഭാവത്തിൽ ബാക്കിയെല്ലാം പാക്ക് ചെയ്ത് വെക്കുന്നു. അതുപോലെ കോളേജിൽ നിന്ന് ഇറങ്ങിയ അലീനയും രോഹിത്തും നടന്നു പോരുന്നതിനിടയ്ക്ക് രോഹിത് ചോദിക്കുന്നുണ്ട് ഇനി എവിടെയെങ്കിലും കയറാനുണ്ടോ ചേച്ചിയെന്ന്. അന്നേരം നമുക്ക് ബേക്കറി കയറണം, എന്നിട്ട് ഒരു കേക്ക് മേടിക്കണം. നമ്മളിന്നൊരു നല്ല കാര്യം ചെയ്തിട്ട് ഇറങ്ങിയതല്ലേ, അതിൻ്റെ ഒരു സന്തോഷത്തിനാണ് എന്ന് പറയുമ്പം ചേച്ചി എൻ്റെ ഡിസ്മിസൽ ഓർഡർ സസ്പെൻഷനിലാക്കി, അതിനാണോ ചേച്ചി ആഘോഷിക്കാൻ പോകുന്നത് എന്ന് ചോദിക്കുമ്പം എടാ നമ്മളൊരു തെറ്റായ തീരുമാനത്തെ തിരുത്തുമല്ലേ ചെയ്തത്, അതിൻ്റെ നീ കയറി വാ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരൂടെ ബേക്കറിയിലോട്ട് കയറി ചെല്ലുന്നു. എന്നിട്ട് കേക്ക് മേടിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് രോഹിത്തും അലീനയും കൂടെ ഒരു കേക്ക് സെലക്ട് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് അവർ രണ്ടുപേരും ജ്യൂസും ചെറിയ സ്നാക്സൊക്കെ കഴിച്ച് ഇതെല്ലാം കഴിഞ്ഞാണ് അവിടെ നിന്ന് ഇറങ്ങി പോരുന്നത്. ഈ സമയം വീട്ടിൽ ടാക്സിക്കാരൻ അങ്ങേര് വന്ന് കോളിംഗ് ബെല്ലടിക്കുന്നു. വാതിൽ വന്ന് തുറക്കുന്നത് വൈജയന്തിയാണ്. എന്നിട്ട് പറയും അതെ നമുക്കിപ്പോൾ തന്നെ ഇറങ്ങാം, എനിക്ക് കാലിന് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് എൻ്റെ ബാഗ് ഒന്ന് എടുത്ത് വയ്ക്കാൻ സഹായിക്കാമോ എന്ന് ചോദിക്കും. അങ്ങനെ സഹായിക്കാം എന്ന് പറഞ്ഞാൽ അകത്തോട്ട് കയറി വരുമ്പോൾ ഹാളി വരെ കയറി കഴിയുമ്പം വൈജയന്തി ഇവിടെ നിന്നാൽ മതി, എൻ്റെ കാലിന് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, ഞാൻ ബാഗൊക്കെ എടുത്തുകൊണ്ട് വരാമെന്ന് പറയും. അന്നേരം ഇത്രയും പറഞ്ഞിട്ട് വൈജയന്തി അകത്തേക്ക് പോകുമ്പോഴാണ് ഭവതി അങ്ങോട്ട് വന്നെ. അപ്പം ഭവതി വന്നിട്ട് ഇതാ ആരോട് ചോദിച്ചിട്ട് അകത്ത് കയറിയത് എന്നൊക്കെ ചോദിക്കും. അന്നേരം എന്നെ വിളിച്ചിട്ടാണ് ഞാൻ കയറി വന്നത്, ഞാൻ ടാക്സിക്കാരനാണ് എന്ന് അങ്ങേര് പറയുന്നുണ്ട്. അന്നേരം ഭവതി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും വൈജയന്തി ഞാൻ പറഞ്ഞിട്ടാണ് കയറിയത്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുവാണ്. അന്നേരം ഇതെന്താ അമ്മ ഈ കാണിക്കുന്നതെന്ന് ചോദിക്കും. കയ്യിലൊരു ബാഗുണ്ട്, ആ ബാഗ് കൊണ്ട് ആ ടാക്സിക്കാരൻ്റെ കയ്യിലോട്ട് കൊടുക്കും. എന്നിട്ട് ഒരെണ്ണം കൂടി ഉണ്ട്, ഒന്നുകൂടെ വന്നെ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം വീണ്ടും റൂമിലേക്ക് പോവുക. അന്നേരം അമ്മ എന്നെ ഈ കാണിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ നിനക്ക് മനസ്സിലായില്ലേ ഞാൻ ഇവിടുന്ന് പുറത്തേക്ക് പോകുന്നത്, അത് നിനക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിക്കുമ്പോൾ മനസ്സിലായി, ഈ ടാക്സി കയറി അമ്മ എങ്ങോട്ടാണ് പോകുന്നത് എന്നാണ് ചോദിച്ചത് എന്ന് പറയും. അപ്പോഴത്തേക്കും രണ്ടാമത്തെ ബാഗും പോയി എടുത്തുകൊണ്ട് വന്ന് ആ ടാക്സിക്കാരൻ്റെ കൈ കൊടുക്കും. അങ്ങനെ ആ ബാഗുമായിട്ടും പോവും. അന്നേരം ഭവതി ചോദിക്കുന്നുണ്ട് അമ്മ ഇവിടുന്ന് ഇപ്പം ഇറങ്ങിപ്പോയാൽ ശരിയാകില്ല കേട്ടോ, ഈ വീട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി എന്ന് അമ്മയ്ക്ക് അറിയത്തില്ലേ, അതെല്ലാം കഴിഞ്ഞ് ഒന്ന് സമാധാനമായിട്ട് വരുന്നതേ ഉള്ളൂ, എന്നിട്ടും അമ്മ എന്തിനിങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പം എടി ഞാനിവിടെ ഒരു പുറമ്പോക്ക, എൻ്റെ ആവശ്യം ഈ വീട്ടിലില്ല എന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ടാണ് ഞാൻ പോകുന്നത്, നിനക്കൊന്നും അമ്മ വേണമെന്നില്ലല്ലോ, ഒരു കുറവുമില്ലല്ലോ നിനക്കൊന്നും, അപ്പോൾ പിന്നെ എൻ്റെ ആവശ്യമില്ല എന്ന് പറയും. അന്നേരം ഭവിത പറയുന്നുണ്ട് അതെന്താ അങ്ങനെ ഞങ്ങൾക്ക് തോന്നാത്തത്, എല്ലാ കാര്യങ്ങളും അലീന ചേച്ചി നോക്കിക്കൊണ്ട് ചെയ്യുന്നതുകൊണ്ടല്ലേ, അമ്മ ആ കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നെങ്കിൽ അലീന ചേച്ചി അവിടെ കയറി ഇടപെടുമായിരുന്നോ എന്ന് ചോദിക്കും. അന്നേരം അതേടി അവളാണ് എല്ലാം നോക്കുന്നത്, ഞാൻ സമ്മതിച്ചു, ഇനിയും അവൾ തന്നെ അങ്ങോട്ട് എല്ലാ കാര്യങ്ങളും നോക്കിക്കോട്ടെ, അവൾ എൻ്റെ മക്കളെ എല്ലാവരും നല്ല രീതിയിൽ നോക്കും എന്നെനിക്ക് മനസ്സിലായി, അതുകൊണ്ട് തന്നെ ആ സമാധാനത്തോടെ ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോകുന്നത്, അങ്ങനെ തന്നെ അങ്ങ് നീയൊക്കെ കൂട്ടിക്കോ എന്ന് പറയും. അന്നേരവും ഭവിത പറയുന്നുണ്ട് അമ്മ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു, ആ സമയത്ത് അമ്മ ഇവിടെ ഇല്ല, ഞങ്ങളെ ചേർത്ത് പിടിക്കാൻ അലീന ചേച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതമ്മ മറന്നു പോകരുത് എന്നൊക്കെ പറയുവാണ്. അന്നേരം ദേഷ്യം വന്നിട്ട് ചേർത്ത് പിടിച്ചല്ലോ, അത് നീ പറഞ്ഞല്ലോ, അതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ, എങ്കിലേ അതിനു മുമ്പുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഓർക്കുന്നത് നല്ലതാണ്. അവൾ ഈ വീട്ടിൽ കാലെടുത്ത് വെച്ചതിന് ശേഷമാണ് ഈ വീടിൻ്റെ ഐശ്വര്യവും സമാധാനവും നഷ്ടപ്പെട്ടത്, അതിനുശേഷം ഈ വീട്ടിൽ സന്തോഷം എന്ന് പറയുന്ന സാധനം ഉണ്ടായിട്ടില്ല, അവളാണ് ഈ കുടുംബം തകർത്തത്, അതുകൂടി നീ ഓർത്ത് വെക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോവും. പിന്നെയും ഭവത പുറകെ ചെല്ലും, അമ്മേ ഞാൻ പറയുന്ന ഒന്ന് കേക്ക് എന്ന് പറഞ്ഞ് പുറകെ ചെല്ലുമ്പം ഇത്രയും ദിവസം ഒരു പട്ടിയെ പോലെ ഞാൻ ഈ വീട്ടിൽ കിടന്നപ്പം നിനക്ക് പറയാനില്ലാത്തതൊന്നും ഇനി പറയണ്ട എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോകുന്നത്. അന്നേരം ചോദിക്കുന്നുണ്ട് അമ്മ ഉത്തരവാദിത്തപ്പെട്ട ഒരു വീട്ടിലില്ലാത്ത സമയത്താണ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത്, അച്ഛനില്ല, രോഹിയേട്ടനില്ല, കൃഷ്ണമോളില്ല, ഇവരാരുമില്ല, അവരോടൊക്കെ പറയണ്ടേ എന്ന് ചോദിക്കുമ്പം നിൻ്റെ അച്ഛനോട് പറയേണ്ട ആവശ്യം എനിക്കില്ല, അങ്ങേര് എന്നെ പരിഗണിച്ചിട്ടില്ല, അതുകൊണ്ട് തിരിച്ചും അങ്ങനെ തന്നെ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത് എന്ന് പറയും. പിന്നെ രോഹിയുടെ കാര്യം, അവനോട് കാര്യങ്ങൾ ചോദിച്ചിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും എനിക്കില്ല, അവൻ ആദ്യം നന്നാകട്ടെ എന്നാണ് പറയുന്നത്. എന്നിട്ട് പിന്നെയും പോകാൻ തുടങ്ങുമ്പം ബബിത പോയി തടയുന്നുണ്ട്.
അന്നേരം മാറി നിൽക്ക് ബബിത, എനിക്ക് നല്ല ദേഷ്യം വരും, വെറുതെ സീൻ ഉണ്ടാക്കാൻ നിൽക്കരുതെന്ന് പറയുമ്പോൾ വേണ്ട അമ്മ ഇപ്പോൾ പോകണ്ട എന്ന് പറഞ്ഞ് നിൽക്കുവാണ് ബബിത. എന്നിട്ട് ബബിത അതിൻ്റെ കൂടെ പറയുന്നുണ്ട്, അമ്മ ഇത്രയും നാളും ഓരോരോ പ്രശ്നങ്ങളായിരുന്നു, അതെല്ലാം ഒന്ന് ആറി തണുത്ത് മനസ്സമാധാനമായിട്ട് വരുന്നതേ ഉള്ളൂ, ആ സമയത്ത് അമ്മ ഇറങ്ങി പോകരുത് എന്നൊക്കെ പറയുമ്പം വൈജയന്തി പറയുന്നുണ്ട്, അന്നും ഇന്നും എന്നും വൈജയന്തിക്ക് ഒരേ ഒരു നിലപാട് മാത്രമേ ഉള്ളൂ, ഇവിടെ വേലക്കാരിയായിട്ട് കയറി വന്ന് നമ്മളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടണം, അങ്ങനെ ഒരു കാര്യം സംഭവിച്ചാൽ മാത്രമേ ഞാൻ ഇനി ഈ വീട്ടിലേക്ക് തിരിച്ചു വരുവുള്ളൂ എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോൾ ബബിത തടയും. അന്നേരം പറയുന്നുണ്ട്, മാറി നിൽക്കടി, ഒരു സീൻ ഉണ്ടാക്കരുത് എന്ന്. അന്നേരം ബബിത മാറില്ല, ബബിതയെ പിടിച്ച് തള്ളിയിട്ടാണ് വണ്ടിയിൽ കയറി പോകുന്നത്. വണ്ടിയിൽ കയറി ഇരുന്ന് കഴിയുമ്പോഴും റിക്വസ്റ്റ് ചെയ്യുന്ന പോലെ കൈകൊണ്ട് കാണിക്കുന്നുണ്ട് പോകല്ലേ എന്ന്. ഒരു മാറ്റമില്ല, കല്ല് പോലെ നിൽക്കുവാണ്. വണ്ടി എടുക്കാൻ ഡ്രൈവറോട് പറയുന്നു. വണ്ടി എടുത്തുകൊണ്ട് പോകുമ്പോൾ സങ്കടപ്പെട്ട് നോക്കി നിൽക്കുന്നുണ്ട് ബബിതയെ. അവിടുന്ന് നേരെ ചെല്ലുന്നത് കൊല്ലപ്പള്ളിയിലേക്കാണ്. ഈ സമയം മനു പുറത്തേക്ക് പോകാൻ വേണ്ടി റെഡിയായി ഇറങ്ങുമായിരുന്നു. വണ്ടി വന്ന് നിന്ന് കഴിയുമ്പം വൈജയന്തി ഇറങ്ങി വരുന്നു. അന്നേരം ഇതെന്താ പെട്ടെന്ന് ഒരു മുന്നറിയിപ്പില്ലാതെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ഡ്രൈവർ ഇറങ്ങിപ്പോയി ഡിക്കിൽ നിന്ന് 2 ബാഗും എടുത്ത് വയ്ക്കും. ഏകദേശം മനുവിന് കാര്യങ്ങൾ മനസ്സിലായി. മനു ആ ബാഗ് എടുത്ത് വീടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവയ്ക്കും. എന്നിട്ട് ആൻറ്റി, ഞാനൊരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്, ഞാൻ പോയി കണ്ടിട്ട് വരാം, ആൻറ്റി ഇവിടെ തന്നെ കാണില്ലേ എന്ന് ചോദിക്കുമ്പം ഞാനിവിടെ തന്നെ ഉണ്ട്, നീ പൊയ്ക്കോ എന്ന് പറയുന്നു. അങ്ങനെ മനു വണ്ടി കയറി ഇങ്ങ് പോയി കഴിയുമ്പോഴത്തേക്കും ഈ മനു സംസാരിക്കുന്ന ശബ്ദം കേട്ട് കമല അങ്ങോട്ട് വരും. അവൻ ഇപ്പോൾ പോകുന്നേ ഉള്ളൂ എന്നിങ്ങനെ ചോദിച്ചിട്ടിങ്ങനെ നോക്കുമ്പോഴാണ് വൈജയന്തിയുടെ ബാഗൊക്കെ അവിടെ ഇരിക്കുന്നത് കാണുന്നത്. അന്നേരം നീ അവിടുന്ന് വീണ്ടും ഇറങ്ങിയോ എന്ന് ചോദിക്കുമ്പോൾ ഇറങ്ങി എന്ന് പറയും. അന്നേരം വലിയ ബാഗ് കമലയും എടുക്കും കേട്ടോ, എന്നാൽ നീ കയറി വാ, അകത്ത് വന്നിരുന്ന് സംസാരിക്കാമെന്ന് പറയും. അങ്ങനെ അകത്ത് വന്നിരുന്ന് കഴിയുമ്പോഴേക്കും ചായയും സ്നാക്സും ഒക്കെ കൊടുക്കുന്നുണ്ട്. അതൊക്കെ കഴിച്ചുകൊണ്ടാണ് സംസാരിക്കാനിരിക്കുന്നത്. അന്നേരം നീ അവിടുന്ന് എന്തിനാണ് ഇറങ്ങി പോകുന്നത്, വേറെ നിവൃത്തിയില്ലായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ കമല ചോദിക്കുമ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തതാണ്, ഞാനൊരു പട്ടിയെ പോലെ അവിടെ കിടക്കുമായിരുന്നു, ആർക്കും ഞാൻ അവിടെ വേണം എന്ന ഒരു ആഗ്രഹവും ഇല്ല, പിന്നെ ഇതിൽ ഞാൻ അവിടെ കിടക്കുന്നത് എന്നെ വേണ്ടാത്തടത്ത് ഞാനും വേണ്ട, അത്രയേ ഞാൻ കരുതിയുള്ളൂ എന്ന് പറയും. എന്നിട്ട് എന്നത്തെയും പോലെ തന്നെ ബാലേന്ദ്രനെ കുറേ കുറ്റം പറയും. ബാലേന്ദ്രൻ്റെ ഈ തോന്നിയാസത്തിനെല്ലാം കൂട്ടു നിൽക്കേണ്ട കാര്യം എനിക്കില്ല, അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങി പോകുന്നത് എന്നൊക്കെ പറയുമ്പോൾ അത് നേരാ എന്ന് കമല പറയും. അന്നേരം ഇത് കേൾക്കുന്ന ശിവൻ, എൻ്റെ പൊന്ന് കമല, ഇതിൻ്റെ അകത്ത് എരുതിയിൽ എണ്ണ ഒഴിക്കാതിരുന്നൂടെ, അങ്ങനെ ചെയ്യാതിരിക്കാൻ നിനക്ക് ഞാൻ എന്താ തരേണ്ടത് എന്നൊക്കെ ചോദിക്കും. അന്നേരം ഞാനുള്ള കാര്യം പറയും, അതിന് എൻ്റെ തല കയറിയിട്ട് കാര്യമൊന്നുമില്ല എന്ന് കമല പറയുന്നു. അന്നേരം വൈജയന്തി പറയുന്നുണ്ട്, ഞാൻ എന്തിനാണ് അവിടെ കിടക്കുന്നത്, അതിൻ്റെ കാര്യമില്ല, ഞാൻ അവിടെ പോയി നിന്നിട്ട് ഇത്ര ദിവസമായി, ആർക്കും ഒരു മൈൻഡില്ല, പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, ആ പിഴച്ചവളെ ആ വീട്ടിൽ നിന്നും ഇറക്കി വിടണമെന്ന്, അവളെ ഇറക്കി വിടാതെ ഇനി ഞാൻ ആ വീട്ടിലേക്ക് പോകുകയില്ല എന്നൊക്കെ പറയുന്നു. അന്നേരം കമല അതിന് സപ്പോർട്ട് ചെയ്യുവാണ്. അന്നേരവും ദേഷ്യം വരുന്നുണ്ട് ശിവൻ കമലയെ ചീത്ത പറയും. അന്നേരം കമല പറയുന്നുണ്ട്, അവൾക്കെതിരെ സംസാരിക്കാൻ കിട്ടുന്ന ഒരു ചാൻസും ഞാൻ വേണ്ടാന്ന് വെക്കുകയില്ല, അവളെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടണം, അതിനകത്ത് എന്താ തെറ്റ് എന്നാണ് ചോദിക്കുന്നത്. അന്നേരവും വൈജയന്തി പറയുന്നുണ്ട്, എനിക്ക് അവളെ ഉൾക്കൊള്ളാൻ പറ്റില്ല, അവൾ അവിടുന്ന് പോയാലേ ഞാൻ തിരിച്ചു പോകുള്ളൂ എന്ന്. അന്നേരം ശിവൻ പറയുന്നുണ്ട്, എന്നും നിൻ്റെ സൗകര്യങ്ങൾ, നിൻ്റെ സമാധാനം, നിൻ്റെ ഇഷ്ടം, ആ കാര്യങ്ങൾ മാത്രമല്ലേ ശ്രദ്ധിച്ചിട്ടുള്ളൂ, ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾ നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നിൻ്റെ ഇഷ്ടങ്ങൾക്കും നിൻ്റെ ആഗ്രഹങ്ങൾക്കും അപ്പുറമാണ്, അല്ലെങ്കിൽ അതിന് ശേഷമേ നീ നിൻ്റെ മക്കളെയും ഭർത്താവിനെയും സഹോദരങ്ങളെ പോലും പരിഗണിച്ചിട്ടുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ, അങ്ങനെ പറയാനാണെങ്കിൽ ഒരു പ്രശ്നം വന്നപ്പം നിങ്ങളും നിങ്ങളുടെയൊക്കെ കാര്യങ്ങളല്ലേ നോക്കിയിട്ടുള്ളൂ, അവനവൻ്റെ കാര്യം കഴിഞ്ഞിട്ടുള്ളൂ, എല്ലാവർക്കും മറ്റുള്ളവരുടെ കാര്യം എന്ന് പറയുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, ബാലേന്ദ്രൻ ഈ കാണിക്കുന്നതെല്ലാം സഹിച്ച് അവിടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല, അവളുടെ അടുത്ത് പോയി പിഴച്ച് പ്രസവിപ്പിച്ചിട്ട് ആ കുഞ്ഞിനെ കൊണ്ട് എൻ്റെ മുന്നിൽ നിർത്തിയാൽ അത് അവളെ സഹിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്നൊക്കെ പറയുമ്പം ശിവൻ ചോദിക്കുന്നുണ്ട്, നീ ആരോടാ ഈ വാശി കാണിക്കുന്നത്, എന്നോടോ അതോ ബാലേന്ദ്രനോടോ അതോ നിൻ്റെ മക്കളോടോ, നീ പല കാര്യങ്ങളും മറന്നു പോകുന്നുണ്ട്, അങ്ങനെ മറന്ന് സംസാരിച്ചാൽ നിനക്ക് തന്നെയാണ് പ്രശ്നം എന്നൊക്കെ പറയുന്നു. ഒരു ഇഞ്ചി വിട്ടു കൊടുക്കുന്നില്ല കേട്ടോ വൈജയന്തി, തിരിച്ചും അങ്ങോട്ട് തർക്കിച്ചുകൊണ്ടിരിക്കുവാണ്. അതിനിടയ്ക്ക് കമല സപ്പോർട്ട് ചെയ്യാൻ ചെല്ലുമ്പം ശിവൻ പറയുന്നുണ്ട്, നീ ഇങ്ങനെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി സ്വന്തം മോൻ ഒരുത്തൻ ജയിലിൽ കിടക്കുക, എന്നിട്ട് നിനക്ക് നിർത്താറായില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം വൈജയന്തി ചോദിക്കും, കമലടുത്തിയോട് എന്തിനാണ് ദേഷ്യപ്പെടുന്നത്, കമലടുത്തി പറഞ്ഞാൽ എന്താ തെറ്റെന്ന്. അന്നേരം എന്നോട് ദേഷ്യപ്പെടും, നിനക്കറിയാവോ സ്വന്തം മോനെ കൊണ്ട് കെട്ടിക്കാനിരിക്കുകയാണ് അലീന കൊച്ചമ്മേ, അപ്പോൾ പിന്നെ ഇവർക്ക് ഇങ്ങനെയൊക്കെ സംസാരിച്ചല്ലേ പറ്റുള്ളൂ എന്ന് ചോദിക്കും. എന്തെങ്കിലും വൈജയന്തി, ഇത് എന്നതാ കമലടുത്തി കേൾക്കുന്നത്, ഇത് സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ, അല്ലാണ്ട് ഒരുത്തൻ കെട്ടി അടങ്ങോളൂ എന്ന് പറഞ്ഞ് നടക്കുന്നു, ബാക്കിയുള്ളവർ സപ്പോർട്ട് നിൽക്കുന്നു എന്ന് പറയും. അന്നേരം എനിക്കിപ്പോൾ സമാധാനമായി, എനിക്ക് ഭ്രാന്താണ് എന്ന് വരുത്തി തീർക്കാനാണല്ലോ നിങ്ങളെല്ലാവരും ഇത്രയും കാലവും ശ്രമിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോൾ ഇങ്ങനൊരു കാര്യം കൂടി നടക്കുന്നുണ്ടെങ്കിൽ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല, നിങ്ങളെല്ലാവരും കണക്കാണ് എന്ന് പറയുവാണ്.
അന്നേരം ശിവൻ ചോദിക്കുന്നുണ്ട് നിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന്. അന്നേരം വേറെ ഉദ്ദേശമൊന്നുമില്ല, ഞാൻ ഇങ്ങോട്ട് വന്നു എന്ന് കരുതി സ്ഥിരമായിട്ട് ഇവിടെ നിൽക്കാനൊന്നും പോകുന്നില്ല എന്ന് പറയും. അന്നേരം ശിവൻ പറയും നീ ഇവിടെ നിന്നെന്നോർത്ത് ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ല, ഇത് നിൻ്റെ കൂടെ വീടാണ് എന്ന് പറയുമ്പോൾ എൻ്റെ കൂടെ വീടാണ് എന്നുള്ള ബോധ്യമുള്ളതുകൊണ്ടാണ് വന്നത്. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞ് എൻ്റെ വാടക വീട് റെഡിയാകും, ഞാൻ അന്നേരം അങ്ങോട്ടേക്ക് പോകും എന്ന് പറയുന്നു. അന്നേരം ശിവൻ പറയുന്നുണ്ട് വൈജയന്തി നീ ഇതുപോലുള്ള തീരുമാനങ്ങൾ എടുക്കരുത്, നീ നിൻ്റെ വീട്ടിലോട്ട് പോ എന്ന് പറയുമ്പോൾ വൈജയന്തി പറയുന്നത് വൈജയന്തിക്ക് ഒറ്റ വാക്കേ ഉള്ളൂ, ആ പിഴച്ച് പ്രസവിച്ചവളെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടാതെ ഞാൻ ആ വീട്ടിലേക്ക് പോകില്ല എന്ന് തന്നെ പറയുന്നു. അന്നേരം നീ എന്താണെന്ന് വെച്ചാൽ കാണിച്ചു കൂട്ടെ, എനിക്കിൻ്റെ അതിന് ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ശിവൻ അങ്ങ് പോകുന്നത്. പോയി കഴിയുമ്പോഴേക്കും വൈജയന്തി പിന്നെയും കമലയോട് ചോദിക്കും, കമലയെടുത്ത് ഈ പറഞ്ഞതൊക്കെ നേരാണോ, മനു അവളെ കെട്ടാനിരിക്കുവാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് പറയും. അന്നേരം ഒരു കാരണവശാലും സമ്മതിച്ചു കൊടുത്തേക്കരുത് കേട്ടോ എന്ന് പറയുമ്പോൾ എനിക്ക് ജീവനുണ്ടെങ്കിൽ ഞാൻ സമ്മതിച്ചു കൊടുക്കില്ല വൈജയന്തി, പിന്നെ ഒന്നും പറയാൻ പറ്റത്തില്ല, കാര്യത്തോട് എടുക്കുമ്പോൾ അവരെല്ലാം ഒറ്റ കേട്ടാ, എങ്കിലും ഞാൻ സമ്മതിക്കത്തില്ല, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യുമെന്ന് പറയുന്നു. എന്നിട്ട് കമല അകത്തേക്ക് പോയി കഴിയുമ്പോൾ അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ച് നിൽക്കും കേട്ടോ വൈജയന്തി. ഇത്രയൊക്കെ ആയിരുന്നു ഇന്നത്തെ കഥ. പിന്നെ വൈജയന്തി പോയി മുത്തശ്ശിയെ കാണുന്നുണ്ട്. മുത്തശ്ശിക്ക് ഇപ്പോൾ കാര്യങ്ങൾ അറിയാലോ, അതുകൊണ്ട് മുത്തശ്ശി വൈജയന്തിയെ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തുന്നുണ്ട്. അന്നേരം വൈജയന്തി ചോദിക്കും ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്ന് അമ്മയെ പറയുന്നത്, ആ പിഴച്ച് പ്രസവിച്ചതിന് മുമ്പ് ഞാൻ തോറ്റു കൊടുക്കത്തില്ല, അവളെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടാതെ ഞാൻ ഇനി ആ വീട്ടിലോട്ട് പോകുകയില്ല എന്നൊക്കെ പറയുമ്പം നീയാണ് തെറ്റുകാരി, നീ തെറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട്. അതും ഇഷ്ടപ്പെടുന്നില്ല വൈജയന്തിക്ക്. പിന്നെ കാണിക്കുന്ന രോഹിത്തും അലിനയും കൂടെ ഓട്ടോയിൽ വന്ന് ഇറങ്ങുമ്പോഴാണ് ഈ കാര്യം ബബിത പറയുന്നത്, അമ്മ കെട്ടിപ്പറക്കി തറവാട്ടിലോട്ട് പോയിട്ടുണ്ട് എന്ന കാര്യം. അത് കേൾക്കുമ്പോൾ അലീന എങ്കിൽ നമുക്കെല്ലാവർക്കും കൂടെ അങ്ങോട്ട് പോയാലോ എന്ന് ചോദിക്കുന്നുണ്ട്, വിളിച്ചുകൊണ്ട് വരാനായിരിക്കാം. ഏതായാലും അവർ ചെന്ന് അലീനയെ കാണുന്നതേ ദേഷ്യമാട്ടോ വൈജയന്തിക്ക്. അത് കഴിഞ്ഞ് പിള്ളേരെല്ലാവരോട് തിരിച്ച് വിളിക്കുമ്പം വൈജയന്തി പറയുന്നുണ്ട് ഞാൻ ഇനി ആ വീട്ടിലേക്ക് വന്നെങ്കിൽ ബാലേന്ദ്രൻ ഇവിടെ വന്ന് എന്നെ വിളിക്കണം, വെറുതെ വന്ന് വിളിച്ചാൽ പോരാ, ആ പഴിച്ച് പ്രസവിച്ചവളെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ട്, ആ നെറുകിട്ടവളെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് വേണം എന്നെ വന്ന് വിളിക്കാൻ എന്ന് പറഞ്ഞ് നിൽപ്പുണ്ട്. ഇത് കേൾക്കുമ്പോൾ ആകെ വിഷമാവുന്നുണ്ട് കേട്ടോ അലീനയ്ക്ക്. അങ്ങനെ വിഷമത്തോടെ നിൽക്കുന്ന അലീനയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ തീരുന്നു.